താമരശ്ശേരി ചുരത്തിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരാളുടെ പോക്കറ്റിൽ നിന്ന് മയക്കുമരുന്നും കണ്ടെടുത്തു. ഇംതിയാസ് കരീം വിവരങ്ങളുമായി. ഇംതിയാസ്, ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ഭീകരമായ അപകടമാണ്. എന്തായാലും ഭാഗ്യവശാൽ അപായം സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ് ആൻഡ് ദിവിഷ് മണി, ഇർഷാദ്, ഫാഫിസ് എന്നീ 2 വിദ്യാർത്ഥികൾ, അതായത് കോഴിക്കോട് കൈതപ്പൊയിൽ സ്വദേശികളായിട്ടുള്ള 2 വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവർ താമരശ്ശേരി ചുരത്തിലൂടെ ഇന്ന് പുലർച്ചെ ഒരു 4 മണിയോടുകൂടി താമരശ്ശേരി ചുരം ഇറങ്ങി വരികയായിരുന്നു. 2ാം വളവിൽ വെച്ച്, ചുരത്തിൻ്റെ 2ാം വളവിൽ വെച്ചാണ് ഈ ജീപ്പ് കൊക്കയിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ 4ാം വളവിലെത്തി. 4ാം വളവിൽ കുറച്ചു നേരം സമയം ചിലവഴിച്ച് വീണ്ടും തിരിച്ചു പോകുന്നതിനിടയ്ക്കായിരുന്നു 2ാം വളവിലെത്തുകയും അവിടെ നിന്ന് കൊക്കയിലേക്ക് മറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഈ നാട്ടുകാർ അവിടെ ഓടിക്കൂടുകയും അവർ ഫയർഫോഴ്സിനെ വിളിച്ചുകൊണ്ട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും രക്ഷപ്പെടുത്തുന്നത്. ഇരുവരെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഈ പരിശോധനയ്ക്കിടയിലാണ് ഇവരുടെ ഇർഷാദ് എന്ന ഒരു വിദ്യാർത്ഥിയുടെ പോക്കറ്റിൽ നിന്ന് MDMA കണ്ടെടുക്കുന്നത്. ഈ MDMA കണ്ടെടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഇവർ MDMA ഉപയോഗിച്ചതാണോ ഒരു അപകട കാരണമെന്ന രൂപത്തിലേക്ക്, ആ വാഹനം നിയന്ത്രണം വിടാനൊക്കെ ഉണ്ടായ കാരണം അതാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. അതുമാത്രവുമല്ല, ഇപ്പോൾ ഈ വാഹനം കേന്ദ്രീകരിച്ചുമൊക്കെ കൂടുതൽ പരിശോധന ഇതിൽ പോലീസ് നടത്തി വരുന്നുമുണ്ട്. എന്തായാലും 2 വിദ്യാർത്ഥികൾ വലിയ പ്രശ്നമായി മാറാൻ പോകുന്നത് ഇനി NDPS കേസാണ്. മയക്കുമരുന്ന് കേസിൽ പ്രതികളാവും. വാഹനം തവിടുപൊടിയാവുകയും ചെയ്തു. ഇനി മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ചിന്തിക്കുന്നത്. എന്തായാലും കുറച്ചുകൂടി കൂടുതൽ സങ്കീർണമാകും കാര്യങ്ങളെന്നാണ്.